രാഹുൽ ഗാന്ധി പോയതിന് കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയായ സമാജ്വാദി പാർട്ടി, അതായത് ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ പാർട്ടിയായ സമാജ്വാദി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി റാം ഗോപാൽ വർമ്മ, അദ്ദേഹം മുലായം സിംഗ് യാദവിൻ്റെ കസിൻ ബ്രദറാണ്, അഖിലേഷ് യാദവിൻ്റെ അമ്മാവനാണ്, SP-യുടെ വലിയ നേതാവാണ്. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് പാർട്ടി പാർലമെന്റിൽ സമ്പൽ വിഷയം ഉന്നയിക്കുന്നില്ല, എന്നാൽ സമ്പലിൽ ഞങ്ങൾ പോയിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നു. ഇങ്ങനെ ചെയ്തിട്ട് എന്താ കാര്യം എന്നാണ് ചോദിച്ചത്. ആരാ പറഞ്ഞതറിയോ? സമാജ്വാദി പാർട്ടിയുടെ നേതാവ് റാം ഗോപാൽ വർമ്മ. പാർലമെന്റിൽ ഉന്നയിക്കാൻ കോൺഗ്രസിന് താല്പര്യമില്ല, എന്നാൽ ഞങ്ങളവിടെ പോയിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി അവിടെ പോകുന്നു. ഇങ്ങനെയൊക്കെ പോയിട്ട് എന്താ കാര്യം എന്നാണ് ചോദിച്ചത്. ഇത് BJP അല്ല ചോദിച്ചത്, സമാജ്വാദി പാർട്ടിയാണ് ചോദിച്ചത്. ഇനി ഞാൻ ലിജു പറഞ്ഞതിനോട് പറയാം, നിങ്ങൾ ഈ രാഷ്ട്രീയ പ്രസംഗം ദയവീത് നടത്തരുത്. അവിടെ പോലീസ് വെടിവെപ്പിൽ ആരും മരിച്ചിട്ടില്ല. അവിടെ മരിച്ച ആൾക്കാരുടെ പോസ്റ്റ്മോർട്ടത്തിൽ നിന്നും മനസ്സിലാക്കിയത് അവർ നാടൻ തോക്കുകളിൽ നിന്നുള്ള വെടിയുണ്ട ഏറ്റിട്ടാണ് മരിച്ചിട്ടുള്ളത്. പോലീസ് ലാത്തിചാർജ് ചെയ്തിട്ടുണ്ട്, കണ്ണീർ വാതകം പ്രയോഗിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ നിയമത്തെ പറ്റി പറഞ്ഞു. നിങ്ങളുടെ നിയമത്തിലെ ഒരു ഒഴിവാണ് ഈ കേസിന് ആധാരം. അതായത് ആർക്കിയോളജിക്കൽ സർവേയുടെ മോണുമെന്റ്സിനെ 991 നിയമത്തിൽ നിന്നും നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. എടുത്ത് വായിച്ചു നോക്കിയാൽ അറിയാം. ഞാൻ വേണമെങ്കിൽ വായിച്ചു തരാം. സാമ്പലിലെ മോസ്ക് പള്ളി 1920 മുതൽ ASI മോണുമെന്റ് ആണ്. ഇപ്പൊ ASI മോണുമെന്റ് എക്സ്പ്രസ്ലി എക്സെപ്റ്റഡ് ഫ്രം എന്തിനാണ് ഈ ആക്ട് 1991 ആക്ട് എന്ന്. പിന്നെ 2 DY ചന്ദ്രചൂഡ് പറഞ്ഞു, ഒരു ആരാധനാലയത്തിന്റെ സ്വഭാവം മാറ്റുന്നതിനെയാണ് 91 നിയമം തടയുന്നത്, പക്ഷെ അതിന്റെ സ്വഭാവം കണ്ടെത്തുന്നതിനെ തടയുന്നില്ല എന്ന് വാരാണസിയിലെ സർവേ സംബന്ധിച്ച ഹർജിയിൽ പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ, ഞങ്ങളല്ല കേസ് കൊടുത്ത്. നിങ്ങൾ പറയുന്നു ഞങ്ങളാ കേസ് കൊടുത്തത്. നിങ്ങൾ എന്തടിസ്ഥാനത്തിലായി പറയുന്നത്? BJPക്കോ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കോ ഈ കേസുമായിട്ടൊരു ബന്ധമില്ല. സ്വകാര്യ വ്യക്തികൾ കൊടുത്ത കേസ്. ഇനി കോടതി നടപടിയിൽ തെറ്റുണ്ടെങ്കിൽ മേൽക്കോടതിയിൽ പോകാം, അതാണ് അതിന്റെ ശരി. കോടതി നടപടിയിൽ തെറ്റുണ്ടെങ്കിൽ മേൽക്കോടതിയിൽ പോകണം. വാരാണസി സർവേ അന്തിമമായി തടഞ്ഞിട്ടില്ല, സർവേ പൂർത്തിയാക്കി. മധുരയിൽ സർവേ പൂർത്തിയാക്കുന്നു, ഇവിടെ സർവേ നടക്കുന്നു. ഇത് നിയമപ്രകാരമാണല്ലോ നടക്കുന്നത്, അല്ലാണ്ട് അത് മേൽക്കോടതി തടയുമല്ലോ. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ആ നിയമത്തിൽ ഒരു പോരായ്മ, അല്ലെങ്കിൽ ആ നിയമം ബോധപൂർവം മാറ്റിവെച്ച ചില സ്ഥാപനങ്ങളാണ്, അതിൽ പെട്ടതാണ് ഇത് എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് സർവേ നടത്താനുള്ള ഉത്തരവുമായി അവർ വരുന്നു. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ക്രമസമാധാനം പാലിക്കണം. കോടതി നിശ്ചയിച്ച വക്കീൽ കമ്മീഷണർ, അഡ്വക്കേറ്റ് കമ്മീഷണർമാർ, റവന്യൂ ഉദ്യോഗസ്ഥന്മാർ, സർക്കാർ സർവേയർമാർ, കാരണം അഭിഭാഷകർക്ക് സർവേ ചെയ്യാനുള്ള ടെക്നിക്കൽ നോളജ് ഇല്ലാത്തത് കൊണ്ട് അവരെപ്പോഴും വലിയ സർവേ ചെയ്യാൻ സർക്കാർ സർവേയർമാർ അല്ലെങ്കിൽ ലൈസൻസ് സർവേയർമാരുടെ സഹായം ആവശ്യപ്പെടും. അങ്ങനെ സർക്കാർ സർവേയർമാർ, റവന്യൂ ഉദ്യോഗസ്ഥന്മാർ, പോലീസുകാർ എല്ലാം ബന്ദോബസ്തിൽ പോയി സർവേ നടത്തിയതാണ്. അവിടെ അവരും ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ചില ആൾക്കാർ അക്രമം അഴിച്ചുവിടുകയും അങ്ങനെയാണ് ലാത്തി ചാർജും ടിയർ ഗ്യാസും ഒക്കെ ഉണ്ടായത്. അതൊരു ക്രമസമാധാന പ്രശ്നമാണ്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കോടതിയുടെ ഉത്തരവുമായി വരുന്ന അഡ്വക്കേറ്റ് കമ്മീഷണർമാരെ അവിടെ എത്തിച്ച് സർവേ ചെയ്ത് തിരിച്ച് സുരക്ഷിതമായി കൊണ്ടാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഇത് നിയമപ്രശ്നമാണ്. നിങ്ങളിത് രാഷ്ട്രീയ പ്രശ്നമാക്കാൻ പോകുമ്പോഴാണ് ഈ കുഴപ്പമുണ്ടാവുന്നത്. ഇതൊരു പ്യൂർലി നിയമപ്രശ്നമാണ്. വാരാണസി സർവേ നടന്നു, വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മധുരയിലും സർവേ നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടുന്ന് ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ സാമ്പലിൽ കുഴപ്പമുണ്ടായി. അതിന് ഉത്തരവാദി സമാജ്വാദി പാർട്ടിയുടെ സ്ഥലം MP-യും MLA-യുടെ മകനുമാണ്. അവരാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയതും ആൾക്കാരെ സംഘടിപ്പിച്ച് ഉദ്യോഗസ്ഥന്മാരെയും വക്കീൽ കമ്മീഷണർമാരെയും ഒക്കെ ആക്രമിക്കാൻ പദ്ധതിയിട്ടതും ആളെ കൂട്ടിയതും. അപ്പോഴാണ് അവിടെ സംഘർഷം ഉണ്ടായത്. അവർക്കൊക്കെ പേരിൽ കേസുണ്ട്. അപ്പൊ ഇതാണ് യാഥാർത്ഥ്യം എന്ന നിലയിരിക്കെ നിങ്ങളുടെ മുന്നണിയിൽ തന്നെ ഐക്യമില്ല. നിങ്ങൾ പാർലമെന്റ് 5 ദിവസം സ്തംഭിച്ചത് അഡാനി വിഷയത്തിലാണ്. അതിന് SP-ക്കും TMC-ക്കും താല്പര്യമില്ല. അവർക്ക് SP-ക്ക് താല്പര്യം സാമ്പൽ വിഷയത്തിലാണ്. നിങ്ങൾ അത് പാർലമെന്റിൽ ഉന്നയിക്കുന്നില്ല. നിങ്ങൾ ഇവിടെ ആളെ കാണിക്കാൻ പോകുന്നു എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഇത് രാഷ്ട്രീയമല്ല, നിയമപ്രശ്നമാണ്. കോടതികൾ തീരുമാനിക്കട്ടെ. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല. ഞാൻ 1991 പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിലെ സെക്ഷൻ 4 മൂന്നാമത്തെ സബ്സെക്ഷൻ വായിക്കാം. Nothing contained in subsection 1 and subsection 2 shall apply to any place of worship referred to in the said subsections which is an ancient and historical monument or an archaeological site or remains covered by
The Ancient Monuments and Archaeological Sites and Remains Act 1958, 24 or 58 or any other law for the time being in force. എന്താണ് ഈ ഉപവകുപ്പ് പറയുന്നത്? അതായത് ഒന്നാം ഉപവകുപ്പിലും രണ്ടാം ഉപവകുപ്പിലും ഒരു ആരാധനാലയവും മാറ്റാൻ പാടില്ല, കേസ് പുതിയതായി കൊടുക്കാൻ പാടില്ല, നിലനിൽക്കുന്ന കേസുകളൊക്കെ അത് അബേറ്റഡ് ആയി എന്ന് പറഞ്ഞതിന് ശേഷം പറയുകയാണ് ഈ മുകളിൽ പറഞ്ഞതൊന്നും ആർക്ക് ബാധകമല്ല, ചരിത്രപരമായ എന്തെങ്കിലും ഒരു കെട്ടിടത്തിനോ അല്ലെങ്കിൽ ഒരു നിർമ്മിതിക്കോ അല്ലെങ്കിൽ ചരിത്രപരമായ പ്രാധാന്യമുള്ള ഒരു കേന്ദ്രത്തിനോ ഒരു പുരാവസ്തു ആയിട്ടുള്ള അതിൻ്റെ അവശേഷിപ്പിനോ അത്തരത്തിലുള്ള ഒരു സൈറ്റിനോ, അതായത് 1958 ആൻഷ്യന്റ് മോണുമെന്റ്സ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് റിമെയിൻസ് ആക്ട് പ്രകാരമുള്ള ഒരു സൈറ്റിനും ഈ നിയമം ബാധകമല്ല എന്ന് കോൺഗ്രസ്സുകാർ എഴുതി വെച്ചതാണ്. ഈ സമ്പലിലെ മോസ്ക് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യന്റെ സാധനം നിങ്ങൾ പറയുന്നതനുസരിച്ച് നിങ്ങൾ കക്ഷിയല്ലല്ലോ. താങ്കൾ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ താങ്കളുടെ പാർട്ടി ഇതിനകത്ത് കക്ഷിയല്ലല്ലോ. നിങ്ങൾക്ക് ഇതിൽ താല്പര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞോട്ടെ. അല്ല, ഇത് നേരത്തെ ചർച്ചയുടെ ആദ്യത്തെ തവണയും താങ്കൾ ഉന്നയിച്ച പോയിന്റ് ഇത് തന്നെയാണല്ലോ. ഞാൻ ഇപ്പോൾ ചോദിച്ചത് എന്താണ്, ചർച്ചയുടെ അവസാന ഭാഗത്ത് ഞാൻ താങ്കളോട് ചോദിച്ചത് എന്താണ്, RSS മേധാവി തന്നെ പറയുന്നു ഇനി മുസ്ലിം പള്ളികളുടെ പേര് മാറ്റണ്ടെന്ന്. അതുകൊണ്ടല്ല. ആർക്കാണ് മതിയാകാത്തതെന്നാണ് ചോദ്യം. അതുകൊണ്ടല്ല ഞാൻ പറയുന്നത് ഈ ലിജു പിലാത്തോസിനെ പോലെ കൈകഴുകുകയാണ്. ഞങ്ങളൊന്നും അറിയില്ല, ഞങ്ങൾ നിയമം കൊണ്ടുവന്നു. എന്ത് നിയമം കൊണ്ടുവന്നു? ആ നിയമത്തിന് ഉപവകുപ്പാണ് ഇത് ഉപയോഗിച്ചിട്ടാണ് അവർ കേസ് കൊടുക്കുന്നത്. ഇത് നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ, ഞങ്ങൾ പാസ്സാക്കിയതോ ഞങ്ങൾ കൊണ്ടുവന്ന അമെന്റ്മെന്റോ അല്ലേലോ, വാജ്പേയി സർക്കാർ കൊണ്ടുവന്ന അമെന്റ്മെന്റ് അല്ലേലോ, മോദി സർക്കാർ 10 വർഷമായി കൊണ്ടുവന്ന അമെന്റ്മെന്റ് അല്ലേലോ, ഭേദഗതി അല്ലേലോ. നിങ്ങൾ പാസ്സാക്കിയ ഒറിജിനൽ നിയമത്തിൽ ഒരു വരി, ഒരു വാക്ക്, ഒരു ഫുൾ സ്റ്റോപ്പ്, ഒരു കോമ ഞങ്ങൾ ഭേദഗതി ചെയ്തിട്ടില്ല. നിങ്ങൾ പാസ്സാക്കിയ നിയമത്തിൽ പറഞ്ഞ സംഗതി മാത്രമാണ് ഞാൻ വായിച്ചത്. എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്തത്? നിങ്ങൾ എന്തിനാണ് ഈ പുരാവസ്തു സംവിധാനങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയത്? അതല്ലേ ഇപ്പൊ കേസായത്. നിങ്ങളിപ്പോ പിലാത്തോസിനെ പോലെ കൈ കഴുകല്ല. പിന്നെ ഈ നിയമത്തില്, നിങ്ങൾ ഉണ്ടാക്കിയ നിയമത്തില് വേറൊരു സംഗതിയും കൂടി നിങ്ങൾ വിട്ടുപോയില്ലേ? ബോധപൂർവമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതായത് ഇതിന്റെ സ്വഭാവം മാറ്റാൻ പാടില്ല എന്ന് മാത്രമല്ല, കണ്ടെത്താനും കൂടി പാടില്ല എന്ന് നിങ്ങൾ പറഞ്ഞോ? ഇല്ലല്ലോ. അതല്ലേ ചന്ദ്രചൂഡ് പറഞ്ഞത്. ചന്ദ്രചൂഡിന്റെ മെക്കെട്ട് കയറിയിട്ട് കാര്യമില്ല. നിങ്ങളുടെ നിയമത്തിൽ ഗുരുതരമായ വീഴ്ചകളുണ്ട്. എന്ത്? നിങ്ങളുടെ ലക്ഷ്യം എന്തായിരുന്നോ നിങ്ങൾ ലക്ഷ്യമിട്ടത് അത് നേടാനുള്ള ആ നിയമത്തിൽ നിങ്ങൾ ഗുരുതരമായ വീഴ്ചകൾ വരുത്തി. എന്നിട്ട് ഇപ്പോ പിലാത്തോസിനെ പോലെ കൈ കഴുകല്ല. ഇനി ഞാൻ റഹീമിനോട് ചോദിക്കട്ടെ. റഹീമെ, നിങ്ങൾ നന്ദിഗ്രാമില് കുറെ പോലീസുകാരും കുറെ പാർട്ടിക്കാരും കൂടി വെടിവെച്ച് വന്നല്ലോ കൃഷിക്കാരെ. കുറച്ച് പോലീസുകാരും കുറച്ച് പാർട്ടിക്കാരും, 2 കൂട്ടരും വെടിവെച്ചിട്ടുണ്ട്. പാർട്ടിക്കാരെ വെടികൊണ്ടിട്ടും കൃഷിക്കാർ മരിച്ചിട്ടുണ്ട്, പോലീസുകാരെ വെടികൊണ്ടിട്ടും മരിച്ചിട്ടുണ്ട്. അന്നത്തെ പ്രതിപക്ഷ നേതാവായ മമതാ ബാനർജിയെ നിങ്ങൾ അങ്ങോട്ട് കയറ്റിയോ? ഞങ്ങളുടെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ സിൻഹയെ നിങ്ങൾ തടഞ്ഞില്ലേ? എന്തേ നിങ്ങൾ തടഞ്ഞ്? നിങ്ങളും പോലീസുകാരും കൂടി ഒരു മൾട്ടിനാഷണൽ കമ്പനിക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ പോയപ്പോ അത് തടഞ്ഞ കൃഷിക്കാരെ നിങ്ങളും പോലീസുകാരും 2 കൂട്ടരും കൂടി വെടിവെച്ച് കൊന്നിട്ട് അവിടെ പോയ മമതാ ബാനർജിയെ നിങ്ങൾ തടഞ്ഞില്ലേ? ഞങ്ങളെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ സിൻഹയെ നിങ്ങൾ തടഞ്ഞില്ലേ? എന്താ റഹീമെ ഇപ്പൊ പറയുന്നത്? ഇപ്പൊ നിങ്ങൾ എവിടുന്ന വലിയ മനുഷ്യാവകാശമൊക്കെ വന്നത്? നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങളും ചെയ്തതാ. നിങ്ങൾ തന്നെ നടത്തിയ വെടിവെപ്പ് ആ സ്ഥലം. അങ്ങനെയാണെങ്കിൽ ശ്രീ പത്മനാഭൻ, ഇത് ഞങ്ങൾ ചെയ്യുന്നതാണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ പോരെ? എന്തിനാണ് ഇത്ര നിഷ്കളങ്കത ഭാവിക്കുന്നത്? പറയണ്ട. സമ്പലിൽ നടക്കുന്നതെല്ലാം ഞങ്ങളുടെ താല്പര്യപ്രകാരമാണ്. ആരെ തടയണം എന്ന് തീരുമാനിക്കുന്നതും ഞങ്ങളുടെ താല്പര്യപ്രകാരമാണെന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാണ് നിഷ്കളങ്കത ഭാവിക്കുന്നത്? ജില്ലാ മജിസ്ട്രേറ്റുമാർ അന്ന് CRPC പ്രകാരവും ഇന്ന് BNSS പ്രകാരവും ക്രമസമാധാന പാലനത്തിന്റെ ഭാഗമായി സംഘർഷ മേഖലയിലേക്ക് VIP-കളെ പോകുന്നത് വിലക്കും. അത് ഇന്ത്യയിൽ പണ്ടുകൊണ്ട് ഇന്നുണ്ട്. BJP ആയിട്ട് കൊണ്ടുവന്നൊന്നല്ല. ആ നിയമം ഞങ്ങൾ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. പക്ഷേ സെക്ഷൻ ഏതാണ്ട് അതിന്റെ ആ പറഞ്ഞ സെക്ഷനുകളൊക്കെ ഏതാണ്ട് അങ്ങനെ തന്നെയാണ് ഉള്ളത്. അപ്പൊ അതൊന്നും ഇപ്പം 144 പകരം വന്ന സെക്ഷനിലും വേർഡിങ്ങും പഴയ 144 വേർഡിങ്ങും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പ്രോഹിബിറ്ററി ഓർഡേഴ്സ് ഉണ്ട്. 144 വന്നാൽ പ്രശ്നമാണ്. ആരെയും വിടൂല. സ്ത്രീകളെയും കുട്ടികളെയും മാത്രം സാധനങ്ങൾ വാങ്ങാൻ വിടും. അങ്ങനെയൊക്കെയാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം. അത് BJP ഭരിക്കുന്ന സംസ്ഥാനത്തും അങ്ങനെയാണ്, നാളെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തും അങ്ങനെയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്തും അവരങ്ങനെ തന്നെയാണ് ചെയ്ത്. അതിനിപ്പോ പുതിയ കാര്യമൊന്നല്ല. പണ്ട് മമതാ ബാനർജി മുസ്ലിം പള്ളികളുടെ വേര് മാന്താൻ പോകേണ്ടതില്ല എന്ന് RSSന്റെ അധ്യക്ഷൻ പറഞ്ഞിരുന്നല്ലോ. അതിനെന്തെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടോ, അതോ അത് വെറുതെ പറഞ്ഞതാണോ? ഇനിയും മതിയാകാത്തത്രയും താല്പര്യങ്ങളും അജണ്ടകളും ഇക്കാര്യത്തിൽ ഭരണകക്ഷിക്കുണ്ടോ? ആരാ കൊടുത്ത്? കേസ് കൊടുത്ത് RSSകാരൊന്നല്ല. കേസ് കൊടുത്ത് RSS സംഘപരിവാറൊന്നല്ല. ഏതോ സ്വകാര്യ വ്യക്തികളാ. ആവാറുമില്ല. സാധാരണ ഹിന്ദുക്കൾ മുഴുവൻ RSS
മുഴുവൻ സംഘപരിവാറ അല്ല എന്ന് താങ്കൾ സമ്മതിക്കുമല്ലോ. ഈ നാട്ടിലുള്ള ഹിന്ദുക്കൾ മുഴുവൻ സംഘപരിവാറുമല്ല, ഈ നാട്ടിലുള്ള ഹിന്ദുക്കൾ മുഴുവൻ BJPയും അല്ല. ഇതൊന്നും സംഭവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരാണല്ലോ കൂടുതൽ ശ്രീ പത്മനാഭൻ അല്ലെ? ഇങ്ങനെ ഒരു ക്ഷേത്രത്തിന്റെയും പേരിൽ ഒരു ആരാധനാലയത്തിന്റെയും പേരിൽ മനുഷ്യർ തമ്മിൽ തല്ലരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ കൂടുതൽ. ഹിന്ദുക്കളിലാണെങ്കിലും മുസ്ലിങ്ങളിലാണെങ്കിലും ക്രിസ്ത്യാനികളിലാണെങ്കിലും. നടക്കാത്ത കാര്യ ആരോ കൊടുത്ത കേസാണ്. ആരോ കൊടുത്ത സ്വകാര്യ വ്യക്തികൾ വക്കീലിന് ഫീസ് കൊടുക്കാൻ ശേഷിയുള്ള, കോടതിയിൽ സര കെട്ടാൻ ശേഷിയുള്ള, കേസ് നടത്താൻ സമയവും പൈസയും ഒക്കെ ഉള്ള ആളുകൾ കൊടുത്ത കേസാണ്. അവരൊന്നും RSSും BJP ഒന്നും അല്ല. വെറുതെ അതൊന്നും ഞങ്ങളെ മേൽക്കൊണ്ട ചാരണ്ട, നടക്കാത്ത കാര്യമാണ്. എന്നിട്ട് ഇപ്പോൾ നടക്കുന്നതിന് നിങ്ങൾ എന്ത് നിലപാടാണ് എടുക്കുന്നത്? നിങ്ങൾ പറയുന്നുണ്ടോ സമ്പലിൽ ഈ സംഘർഷം അനാവശ്യമാണ്, വേണ്ട എന്ന് പറയാൻ നിങ്ങളുണ്ടോ? നിങ്ങളല്ല കേസ് കൊടുത്തതെങ്കിൽ, നിങ്ങളുടെ ആളുകളല്ല, നിങ്ങളുടെ താല്പര്യമല്ല കോടതിയിലൂടെ ഈ കാണുന്നതെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു സംഘർഷം ഉണ്ടാകരുത്, ഇനി ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകരുതെന്ന് ഒരു തവണ പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? അല്ലല്ല, ഞങ്ങളെ കൃത്യമായ നിലപാട് കോടതി കാര്യങ്ങൾ കോടതി നോക്കുക, ക്രമസമാധാനം സർക്കാർ നോക്കും. കോടതി കാര്യങ്ങൾ കോടതി നോക്കുക. മനുഷ്യരുടെ കാര്യം ആരും നോക്കും? ഇന്ത്യയിലെ മനുഷ്യരുടെ കാര്യം അഭിപ്രായം പറയില്ല. കോടതിയുടെ കാര്യം കോടതി നോക്കുക. അല്ല കോടതി, അയ്യോ എന്തൊരു മനുഷ്യത്വ! ഇന്ദിരാഗാന്ധി മരിച്ചപ്പോ 3000 ആളെ ചുട്ടുകൊന്ന ലിജുവിന്റെ മനുഷ്യത്വം വെറുതെ എന്തെങ്കിലും പറയരുത്. എന്താണ് നിങ്ങളുടെ മനുഷ്യത്വം? ഇതുപോലെ സമ്പലിന്റെ പേരിൽ വീണ്ടും വിഭാഗീയത ഉണ്ടാകുമ്പോൾ വീണ്ടും ഇന്ത്യ, നിങ്ങൾ ക്രമസമാധാനത്തിനും നിയമത്തിനും മുകളിലാണ് ഇന്ത്യയുടെ ആത്മാവ്. നിങ്ങൾ പറയുന്നത് അങ്ങനെയാണല്ലോ. ദേശസ്നേഹമാണ് പ്രധാനം, രാജ്യമാണ് പ്രധാനം. രാജ്യമെന്നാൽ ഇവിടുത്തെ മനുഷ്യരാണല്ലോ ശ്രീ പത്മനാഭൻ. സാമ്പലിൽ നിയമം കയ്യിലെടുക്കാൻ ആരെ അനുവദിക്കില്ല. സാമ്പലിൽ നിയമം കയ്യിലെടുക്കാൻ ആരെ അനുവദിക്കില്ല. ഞങ്ങൾ കർശനമായ ക്രമസമാധാനം പാലിക്കും. വ്യക്തമാണ്. അതിനപ്പുറത്തേക്ക് കർശനമായ ക്രമസമാധാനം സാമ്പലിൽ പാലിക്കും. അവിടെ നിങ്ങൾക്ക് നിയമമാണ് കൃത്യമായി പാലിക്കും.